CPM ഒരു ചെറിയ പാർട്ടിയല്ലേ? CPM എന്താണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ലാഭമെന്ന്? 650 മുതൽ 1000 കോടി രൂപയാണ് CPM-നേക്കാൾ ചെറിയ ഭരണകക്ഷി പാർട്ടികൾ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 600 വെറുതെ ഒന്ന് കൈകെട്ടി നിന്നിരുന്നുവെങ്കിൽ 1000 കോടി രൂപ CPM-ന്റെ അക്കൗണ്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു ഏർപ്പാടിലൂടെ 1000 കോടി രൂപ വേണ്ട എന്ന് തീരുമാനിച്ച ആ പാർട്ടി ഈ പറയുന്ന 5.10 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ച് ബാങ്കിലിട്ടു എന്നാണ് പറയുന്നത്. അനധികൃതമായി സമ്പാദിക്കാൻ തയ്യാറല്ല CPM എന്നതുകൊണ്ടാണ് CPM ഇലക്ട്രൽ ബോണ്ടുകളെ എതിർത്തിട്ടുള്ളത്. CPM എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് അക്കാര്യത്തിൽ? ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ടിന്റെ ബില്ല് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ പോയ ഒരു പാർട്ടിയല്ല CPM. അത് ഫ്ലോറിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോർപ്പറേറ്റ് സർക്കാർ നെക്സസ് ശക്തിപ്പെടുത്തുമെന്ന് അന്ന് ഫ്ലോറിലുണ്ടായിരുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മനസ്സിലാക്കുന്നു. അത് ഫ്ലോറിൽ തന്നെ പ്രസംഗിക്കുന്നു. ക്വിഡ് മോട്ടീവ് ഫോഴ്സ് ആകും. ഇക്കാലത്ത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കണ്ടെത്തിയത് എന്താണ്? ഇത് ക്വിഡ് മോട്ടീവ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ ആ വിഷയത്തെ പാർലമെന്റിന്റെ ഫ്ലോറിൽ സീതാറാം യെച്ചൂരി വിശദീകരിക്കുകയും അത് പിന്നീട് സുപ്രീം കോടതി സാധൂകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പാർലമെന്റിലെ ഫ്ലോറിൽ ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ബോണ്ടുകൾ സ്വീകരിക്കാതെ ഒരു മോറൽ ഗ്രൌണ്ട് സൃഷ്ടിക്കാൻ CPM